സ്നേക്ക് റെസ്ക്യൂർ രാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിൽ വന്ന് ഷൂസിനുള്ളിൽ പതിയിരുന്ന് എനിക്കിട്ട് പണി തരാൻ നോക്കിയ അതിഥിയെ കൈയോടെ പൊക്കുന്നതോടൊപ്പം ഈ അതിഥിയുടെ കടി കിട്ടിയാൽ ഇന്ത്യയിൽ ആൻറ്റീവനം കൊടുക്കാൻ പോലും കഴിയില്ല എന്ന ചില വസ്തുതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണവും ഈ വീഡിയോടൊപ്പം കാഴ്ചവെക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അറിവായതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. എൻ്റെ ഷൂസിനകത്ത് ഒരു അതിഥി ഒളിഞ്ഞിരിപ്പുണ്ട്. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഇരിപ്പ്. ഞാൻ ആ പടിയിലൂടെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിലും ഭാഗ്യം കൊണ്ടായിരിക്കാം എനിക്ക് കടി കിട്ടാത്തത്. അങ്ങനെ പറയാൻ കാരണം ഇതൊരു പിറ്റ് വൈപ്പർ ആയതുകൊണ്ട് മാത്രം. പലരും ഒറ്റ നോട്ടത്തിൽ റസൽസ് വൈപ്പർ അഥവാ അണലിയുടെ കുട്ടിയെന്ന് തോന്നിക്കുന്ന ഇവനാണ് ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ അഥവാ മുഴമൂക്കൻ കുഴിമണ്ഡലി. തവിട്ട എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ അണലിയുടെ കുട്ടി അല്ലെങ്കിൽ പോലും അണലിയുടെ ഉപകുടുംബമായ ക്രോറ്റാലിൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പിറ്റ് വൈപ്പറാണ്. ഇതിനെ പിറ്റ് വൈപ്പേഴ്സ് എന്ന് പറയാൻ കാരണം മൂക്കിൻ്റെ 2 സുഷിരങ്ങൾക്ക് പുറമെ അതിനോട് ചേർന്ന് 2 ചെറിയ സുഷിരങ്ങൾ കൂടി കാണാം. അവയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. പിറ്റ്സ് മീൻസ് ഹീറ്റ് സെൻസിങ് ഓർഗാൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു അവയവം. നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്ത് ഏത് ദിശയിലേക്കും ചാടിക്കടിക്കുവാനുള്ള കപ്പാസിറ്റി ഈ പാമ്പുകൾക്കുണ്ട്. പലതരത്തിലുള്ള പിറ്റ് വൈപ്പേഴ്സിൽ ഏതിൻ്റെ കടി കിട്ടിയാലും ഇന്ത്യയിൽ ആൻറ്റീവനം കൊടുത്ത ചരിത്രമില്ല. പകരം ഇവയുടെ കടിമൂലമുണ്ടാകുന്ന രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറുകളും മറ്റും പരിഹരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 4 പെടുന്ന ഈ ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ ശരാശരി 55 സെൻറ്റിമീറ്റർ മാത്രം നീളം വയ്ക്കുന്ന ഇവയുടെ തല ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. തലയുടെ മുൻഭാഗത്ത് വലിയ ശൽക്കങ്ങളും പുറകിലോട്ട് ചെറിയ ശൽക്കങ്ങളും കാണാം. ചുവപ്പോ തവിട്ട് നിറത്തിലോ ഇളം മഞ്ഞ നിറത്തിലോ ഉള്ള ശരീരത്തിൽ ഇരുണ്ട കറുത്ത അടയാളങ്ങളുള്ള ഇവ വനങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല ഇന്നിപ്പോൾ നഗരത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലംബാകൃതിയിലുള്ള കൃഷ്ണമണിയും ഹീറ്റ് സെൻസിങ് പിറ്റ്സും ഉള്ള ത്രികോണാകൃതിയിലുള്ള തല പലപ്പോഴും ഇവ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുന്നതിനാൽ തലയുടെ അഗ്രഭാഗത്തുള്ള മൂക്ക് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതിനാൽ ഇവയെ മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതുപോലെയാണ് തല മുകളിലേക്ക് ഉയർത്തി വയ്ക്കാറുള്ളത്. ഇനി പല തരത്തിലും നിറത്തിലുമുള്ള ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പേഴ്സിനെ പരിചയപ്പെടാം. ഇവ ഇന്ത്യയിൽ ഏറ്റവും അപകടകാരികളായ വിഷപ്പാമ്പുകൾ അടങ്ങിയ ബിഗ് 4 ലിസ്റ്റിൽ പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇതൊരു അപകടകാരിയായ പാമ്പ് തന്നെയാണ്. ഇവയുടെ കടിയേറ്റാൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കൂ. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ഇവയുടെ കടി കിട്ടിയതെങ്കിൽ വേണ്ടുന്ന സമയത്ത് ചികിത്സ കിട്ടിയാൽ മരണസാധ്യത കുറവാണ്. എന്നാൽ കുട്ടികൾക്കും വൃദ്ധർക്കും ഇതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആയേക്കാം. കുറച്ചുനാൾ മുമ്പ് വരെ ഇവയുടെ കടിയേറ്റ് മരണനിരക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എങ്കിൽ പോലും ഈയിടെ ഒരു മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷൂസിനുള്ളിൽ ഒരു പാമ്പ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? പലപ്പോഴും ആരും ഷൂസിനുള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കില്ല. എത്രയും വേഗം ഇവയെടുത്ത് അണിഞ്ഞ് യാത്രയാവാനേ ശ്രമിക്കൂ അല്ലേ? എന്നാൽ അത് പരലോകത്തേക്കുള്ള യാത്രയാവാതിരിക്കാൻ ഷൂസിനുള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഷൂസ് അണിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. ഇറ്റ്സ് സൈനിങ് ഓഫ് സ്നേക്ക് റെസ്ക്യൂർ രാജി.